മോനുട്ടാ തൊട്ടോ നല്ല കിളിയാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത്. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ചെയ്യാതിരുന്ന സമയത്ത് കുറേ ഫ്രണ്ട്സൊക്കെ അന്വേഷിച്ചിരുന്നു, സാലി എന്താണ് വീഡിയോ ചെയ്യാത്തത്, പൊന്നൂസിനെ മോനട്ടിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ അല്ലാത്തവർ വിചാരിക്കും ഒരുപാട് പേരൊക്കെ അന്വേഷിച്ചൊന്നും ഇല്ല, ഒരു 8-9 പേരൊക്കെ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് പേരൊക്കെ അന്വേഷിച്ചാൽ നമ്മൾ വലിയ ഫുള്ളായി പോയില്ലേ. അപ്പോൾ വീഡിയോ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലത്ത് കോവിഡൊക്കെ ഇങ്ങനെ കൂടി വന്നപ്പം വല്ലാത്തൊരു വിഷമമൊക്കെ ആയിരുന്നു മനസ്സിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒന്നും ചെയ്യാനൊരു മൈൻഡില്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതിനകത്ത് കാണിച്ചായിരുന്നു നമ്മുടെ വീട്ടിലെ മുയൽക്കുട്ടികളെയും ലവ് ബേഡ്സിനെയൊക്കെ. ഇപ്പം നമ്മുടെ ലവ് ബേഡ്സ് അമ്മച്ചിമാരൊക്കെ മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയി. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു കുഞ്ഞു കൂട് പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ഇച്ചിരി വലിയ കൂട് വേണമെങ്കിൽ അതിനൊക്കെ ഒരു വിശാലമായിട്ടൊന്ന് പറക്കാൻ പറ്റിയൊരു ഇതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരുപാട് വലുതൊന്നുമല്ല, ഒരു എല്ലാവർക്കും കൂടെ ആയുള്ളൊരു മീഡിയം ഒരു കൂട്. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് കൂട് അനിയനും കൂട്ടുകാരങ്ങളോടാണ് പണിയുന്നത്. വീട്ടിന് മുകളിലാണ് ഒരു കൂട് പണിയുന്നത്. അങ്ങോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ഞാൻ പഴയ കൂട് ഒന്നുകൂടെ കാണിക്കാം. അപ്പം ഇതാണ് നമ്മുടെ പഴയ കൂടാണ്. കുറേ നാളായി. അപ്പോൾ 1 2 3 4 5 ലവ് ബേഡ്സും ഉണ്ട്. പിന്നെ 3 6 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഏകദേശമൊക്കെ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും കൂടെ പറന്ന് നടക്കാനായിട്ട് ഒരു കുഞ്ഞു കൂട് പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ കിളി അമ്മച്ചിമാരെയും കുഞ്ഞുങ്ങളെയും കൂടെ ഒരു ഇച്ചിരി കൂടെ വിശാലമായ കൂട്ടിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചാണ്. ജോടെ കുരുങ്ങി. അപ്പം ഞാൻ കിളിക്കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. പറ്റുമോ നോക്ക്. അയ്യോ, അത് കിളിയമ്മയാ, കുഞ്ഞ് കാണുന്നില്ല. നിൽക്കേ കിളി. അതാണ്ട് കണ്ട് കിളിക്കുഞ്ഞുങ്ങൾ. നമുക്ക് പിന്നെ കൂട് തുറന്ന് ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം കാണിക്കാം. ഇപ്പുറത്തതിൽ കാണിക്കാൻ പറ്റുന്നില്ല, അത് ആ കിളി അവിടെ ഇരിക്കുക. ആയി പറ. കിളിയുടെ ഇന്ന് അവിടെ വീഡിയോ കിളിയുടെ കൂടുണ്ടാക്കാൻ പോകാതെ. അപ്പോൾ ചെറിയ കണ്ണിയുള്ള നെറ്റ് ഒരു 3 മീറ്ററാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ സ്ക്വയർ പൈപ്പും പിന്നെ വീട്ടിൽ കിടന്ന അല്ലാത്ത തൂണ് പിടിപ്പിക്കാനുള്ള കമ്പികളുമാണ് മുറിച്ചിട്ടിരിക്കുകയാണ്. വേറെ സാധനം കിടപ്പുണ്ട്, ബാക്കി ഇനിയും ഉണ്ടോ? ആ ഉണ്ട്, ഒരു പീസ് കൂടി ഇല്ല. അതിന്റെ 2 പീസ് വലിയ പീസ് താഴെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതെന്തോ ഉദ്ദേശിക്കുന്നത് ഈ സാധനം സംഭവം? അതാ ആറാ ഈ കുഞ്ഞ് മുട്ടയിട്ടിരിക്കാൻ. അപ്പം നമ്മുടെ കിളിക്കൂടിൻ്റെ പണിയൊക്കെ നമ്മുടെ പയ്യന്മാർ തുടങ്ങി കഴിഞ്ഞു. അതെങ്ങനെ ഓരോ അറയാക്കി എടുക്കും? അത് കട്ട് ചെയ്ത് വെക്കോ? നീ അങ്ങ് പറഞ്ഞോ, കുഴപ്പമില്ല. പറഞ്ഞോ. വരും, ഞാൻ ഇടാം. പറഞ്ഞോ ധൈര്യമായിട്ട്. ആദ്യം 2 കിളികളെ മേടിച്ചു, ഒരെണ്ണം പറമ്പ് ഇതിനാ കിളിയെ മേടിച്ചു. പിന്നെ വഴക്ക് പറഞ്ഞ് 3-4 കിളിയെ മേടിച്ചു. പിന്നെ ആ 3-4 കിളിക്ക് കൊച്ചു കൂടെ ഉള്ളായിരുന്നു. നിങ്ങളിപ്പോ കണ്ടതേ ഉള്ളു. നിങ്ങൾ ശ്രദ്ധിക്കൂ. ആ 2-3 കിളികളെ കൊണ്ടിട്ട് ഇപ്പൊ മുട്ടയിട്ട് ഒരു കൂട്ടില് 6 കിളി, മറ്റേ കൂട്ടില് 4 കിളി, അങ്ങനെ എത്ര കിളികളായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ പണിക്കാരാണ്. ഞങ്ങൾ ഇവിടുത്തെ പണി വെൽഡിങ്ങിന്റെ പണിയൊക്കെയാണ്. ഞാൻ ഹെൽപ്പറായിട്ട് നിൽക്കുന്നു. പിന്നെ ഈ കൂടുതൽ വെച്ചാൽ നമ്മളിപ്പോ പണി ചെയ്ത് 5 സെക്കൻഡ് ഇപ്പൊ തീരും. അതുകൊണ്ട് ഇവൻ വെൽഡറാണ്, ഇവന് ജോലികൾ കൊടുക്കുക. അതെ. അപ്പം കിളിക്കൂടിൻ്റെ പണി നടക്കുന്നതിനോട് കൂടെ പൊന്നൂസിനെ മോണ്ടൻ്റെ നല്ല കളിയും നടക്കുന്നുണ്ട്. അവരുടെ പണി ഇത് തന്നെയാണല്ലോ, കളിക്കുക. മോനോട്ട ഇതെന്തോ ഉണ്ടാക്കുന്നേ? ആർക്കാ? മുയലിന് കൊടുക്കാനോ? മുയലിനല്ല, കിളി. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന കൂടുതൽ പ്രത്യേകത എന്ന് വെച്ചാൽ കിളികൾക്ക് പാറി പറഞ്ഞ സ്ഥലമുണ്ട്. നീ കവിത എഴുതുവാനോ? മറ്റുള്ളവരൊന്നും ചെയ്യില്ല, നമ്മളൊരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തേക്കുക. കൂടെ നമ്മള് വില പറഞ്ഞ്
ഒരു റൈറ്റ് പറഞ്ഞിട്ടുണ്ട്, അക്ക തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ഓടാ അക്കാക്ക് ഈ കൂട് വേണമെന്നാ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ. പിന്നെ ഈ കൂടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊച്ചിക്കാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങള് ഞങ്ങളുടെ കൊച്ചിക്ക കാലവാസം എന്ന് പറയും. കിളിക്ക് ഇരിക്കാൻ പറ്റിയേ. കിളിക്ക് പാറി പറഞ്ഞ് സഞ്ചരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഓഹോ, മറ്റേ കൂടിന് അധികം സ്ഥലമൊന്നും ഇല്ല. അത് ഞങ്ങൾക്കറിയാം. ചെറിയൊരു കലാവിരുത് ഞങ്ങളുടെ ഒരു മോഡേ. ഓഹോ, നെറ്റ് എടുത്ത് കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നെറ്റ് അടിക്കാൻ വേണ്ടി. ഇതിനകത്ത് കമ്പിയൊക്കെ കൊടുത്തിരിക്കുന്നത് കിളിക്ക് ഇരിക്കാൻ വേണ്ടി. നമ്മൾ മറ്റേ പഴയ കൂട്ടിനകത്താണെങ്കിൽ നമ്മൾ കമ്പുകളൊക്കെ വെച്ച് കൊടുത്തേക്കുമായിരുന്നു. കമ്പൊക്കെ ഇങ്ങനെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് കിളി പറന്ന് വന്നിരിക്കാൻ വേണ്ടി. ഇതിപ്പോൾ കമ്പിയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ഫാഷനിലൊക്കെ അമ്മമാർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നെറ്റ് അടിച്ച് നമ്മുടെ കൂട് വൃത്തിയാക്കും. അപ്പോൾ നമ്മുടെ കിളിക്കൂടിൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ ഡോർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പൈപ്പ് കൂടെ ബെൽഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ താഴെ കൊണ്ടുപോയി ഇത് വെക്കുകയാണ്. എല്ലാവർക്കും പുതിയ കൂട് വന്ന്. ഇനി നമുക്ക് പുതിയ വീട്ടിലോട്ട് പോയാലോ? കുഞ്ഞുങ്ങളെ കണ്ടു. 3 കുഞ്ഞുങ്ങളുണ്ട്. 3 കുഞ്ഞുങ്ങൾ 3 കളറിലാണ്. കാണാൻ നല്ല രസമുണ്ട്. മോനുട്ടാ തൊട്ടോ. നല്ല കിളിയാ. മതി, വാവയെ കൊണ്ടിടട്ടെ. അപ്പോൾ ഞങ്ങൾ പഴയ കൂട്ടിൽ നിന്ന് തന്നെയാണ് അതിലിരുന്ന് ആ കലം തന്നെ എടുത്താണ് നമ്മൾ പുതിയ കൂട്ടിലേക്ക് വെച്ചത്. അപ്പോൾ നമ്മൾ പുതിയ കൂട്ടിൽ സെപ്പറേറ്റ് പുതിയതായിട്ട് കലമൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇനി വേണം വാങ്ങിച്ച് വയ്ക്കാൻ. അപ്പോൾ നമ്മൾ ആ പഴയ കലത്തിൽ തന്നെ ലവ് ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടു. ഇനി ഓരോ ലവ് ബേഡ്സിനെ വെച്ച് പഴയ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇടുകയാണ്. ഇപ്പോൾ വലിയ ലവ് ബേഡ്സിനെ നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പം നമ്മുടെ കൈ നന്നായിട്ട് കൊത്തും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നിന്നില്ല. അവന്മാരാണ് അതിനെ പിടിക്കുന്നത്. അപ്പോൾ അവന്മാരുടെ കയ്യിലൊക്കെ നന്നായിട്ട് കൊത്തിയിട്ടുണ്ട്. പുതിയ കൂട് സെറ്റായി ആഘോഷിക്കുക. കിളിക്കൂട് ഇഷ്ടപ്പെട്ടോ? അച്ഛോ, നമ്മുടെ കിളിയൊക്കെ നല്ല ഹാപ്പിയായി സന്തോഷമായി. അപ്പം നമ്മുടെ കിളിക്കൂടൊക്കെ റെഡിയായി. നമ്മൾ കിളികളെയൊക്കെ ഇട്ട് എല്ലാവരും ഹാപ്പിയായിട്ട് പറന്ന് നടപ്പുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കൊച്ചു കലം വെച്ച് അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് കലമൊന്നും വാങ്ങിച്ചിട്ടില്ല. പഴയ കൂടിലിരുന്ന് ആ 2 കലം തന്നെയാണ് നമ്മൾ വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് സെപ്പറേറ്റ് 2-3 കലമൊക്കെ വാങ്ങിച്ച് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ പറന്ന് നടക്കുന്ന കിളികളെ പിടിച്ച് കൂട്ടിലിട്ടെന്ന്. ഈ ലവ് ബേഡ്സിന് നമ്മുടെ ഈ പ്രദേശത്ത് ജീവിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ കാക്ക അതിനെ കൊത്തിക്കൊല്ലും. ഇതിനു മുമ്പ് ഒരു ലവ് ബേഡ്സ് വിരിഞ്ഞ് കുഞ്ഞായപ്പോഴത്തേക്ക് മൂന്നൂട്ടൻ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത് കയ്യിലോട് വെച്ചത് എൻ്റെ കയ്യിൽ നിന്ന് കാക്ക കൊത്തിക്കൊണ്ട് പോയി. ഞാനങ്ങനെ ഒരുപാട് പുറകെ ഓടി, പക്ഷേ ഇല്ല, അത് കൊണ്ടുപോയി കൊത്തിക്കൊല്ലും. അതിപ്പോൾ അതിന് സേഫായിട്ടുള്ളത് നമ്മളിങ്ങനെ കൂട്ടിലിട്ട് തീറ്റ കൊടുത്ത് വളർത്തുന്നത് തന്നെയാണ്. പുറത്ത് അഴിച്ചു വിട്ടാൽ അതിനെ കാക്ക കൊത്തിക്കൊല്ലും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.